നല്ല വലുതാക്കി നുള്ളു. ഇറങ്ങി നുള്ളത് എന്താ കുഴി. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ പൊള്ളിച്ചതാണ്. സാധാരണ എല്ലാവരും കരിമീനൊക്കെയാണ് പൊള്ളിക്കുക. ഇത് തിലോപ്പിയാണ്. മാത്രമല്ല നമ്മളൊരു ഫിഷ് നിർവാണ സ്റ്റൈലിൽ, നമ്മൾ സുരേഷ് പിള്ള ഷെഫിൻ്റെ ആ ഒരു നിർവാണ സ്റ്റൈലിലാണ് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ഈ മീൻ സാധാരണ ആരും അങ്ങനെ പൊള്ളിച്ചിട്ട് കാണാറില്ല. ഇത് പൊള്ളിച്ചാലും അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഈസിയാണ്. ആദ്യം ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മീനാണ് കേട്ടോ ഉള്ളത്, പാകത്തിനുള്ള ഉപ്പ്, മുളക്, മഞ്ഞൾ, ഉപ്പ്, അതിലേക്ക് കുറച്ച് വിനാഗിരി വേണം. അത് ചെറിയൊരു പുളി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതിനൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ മാത്രമുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാൻ 2 എണ്ണം കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. തിലോപ്പി സാധാരണ ചിലർക്കൊന്നും കറി വെച്ചാലൊന്നും അത്ര ഇഷ്ടമില്ലാത്തൊരു ഫിഷാണ്. പക്ഷേ കരിമീൻ പൊള്ളിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതിങ്ങനെ പൊള്ളിച്ചെടുത്താൽ, വാഴയിലയിൽ പൊള്ളിച്ചെടുത്താൽ. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുക. ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും എണ്ണ ബാലൻസ് വരാത്ത രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. മാത്രമല്ല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വേവണം. പൊള്ളിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ സമയത്ത് തന്നെ അത്യാവശ്യം നന്നായി വെന്തതിന് ശേഷം മാത്രം പൊള്ളിച്ചാൽ മതി. ഒരു സൈഡ് അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ഫിഷ് എങ്ങനെയാണോ ഫ്രൈ ചെയ്യുക അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. 2 സൈഡും നന്നായിട്ടൊന്ന് പൊരിഞ്ഞ ശേഷം മാറ്റി വെച്ചു. ഇനി നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ചുവന്നുള്ളി, 1 കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ സാധാരണ ചുവന്നുള്ളി വട്ടത്തിൽ അരിയൂലേ, അങ്ങനെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ അത്ര തന്നെ സവാള, 1 കൈപ്പിടി നിറയെ സവാള കൊത്തി അരിഞ്ഞതാണ്. തീരെ ചെറുതായിട്ട്, പരമാവധി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞിട്ടതും അതും കൂടി ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുന്നുള്ളവർക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്തപ്പോൾ, ഫ്രൈ ചെയ്തപ്പോൾ. എന്നാൽ പോലും സവാളയിലേക്ക്, ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാടിയാലൊന്നും പോരാ, അത്യാവശ്യം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നന്നായിട്ട് വാടി വരണം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഞാൻ വെറുതെ അങ്ങ് കുത്തിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു നാടൻ സ്റ്റൈലായതുകൊണ്ട് നമുക്കിത് തന്നെ ധാരാളമാണ്. ഇനി ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇപ്പോൾ 2 മീൻ ആണെങ്കിലും 2 തക്കാളി തന്നെ ഇരുന്നോട്ടെ. കാരണം ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തക്കാളി കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ. നന്നായി പഴുത്ത 2 തക്കാളി തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോഴാണ് തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുള്ളൂ. ഇനി ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവ് കൂടുന്ന പേടിയുള്ളവർക്ക് 1/2 ടീസ്പൂണൊക്കെ ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ചേർക്കുകയാണ്, തേങ്ങാപ്പാൽ. 1 കപ്പ് തേങ്ങ ചിരവിയിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ്. ഞാനിപ്പോൾ തേങ്ങാപ്പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായി പോയത്.
തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ വേറെ ലെയറായിട്ട് കിടക്കുമല്ലോ. അത് നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ചൂടുള്ള പാത്രത്തിലേക്ക് ഇടുമ്പോൾ അങ്ങ് ഓക്കെ ആവും ചെയ്യും. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതോടെ നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഏറ്റവും അവസാനം നമ്മൾ 2 ചേരുവ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഗരം മസാലയൊന്നും ആരും സാധാരണ ഫിഷിൽ ചേർക്കാറില്ല, പക്ഷേ ചേർത്ത് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ. മാത്രമല്ല തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നതോടുകൂടി ഫിഷ് വേറൊരു ലെവലാവും. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇലയൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇല നന്നായിട്ട് വാട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ പൊതിയുമ്പോൾ ഇത് അതിൻ്റെ നടുക്കുള്ള ആ ഒരു തണ്ട് പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒരു ചെറിയ വാഴയില കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പൊള്ളിക്കുമ്പോൾ അഥവാ ഇല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫിഷ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ടെക്നിക്കാണ്. ഇനി നമ്മൾ ആവശ്യത്തിന് മസാല ഒരു 2-3 ടീസ്പൂൺ ഈ ഫിഷ് പൊതിയത്തക്ക രീതിയിലുള്ള മസാല വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് ഫിഷ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ മസാല വെച്ച് കൊടുക്കണം. നമ്മൾ പൊതിഞ്ഞ് കഴിയുമ്പോൾ മീൻ അതിലേക്ക് അങ്ങ് പൊതിയുന്ന രൂപത്തിൽ, കവർ ചെയ്തിരിക്കുന്ന രൂപത്തിൽ ആയിരിക്കണം അത്. നന്നായിട്ട് മസാല പൊതിഞ്ഞ് വേണം എടുക്കാൻ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇല ഒന്ന് മടക്കിയിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അകത്തുള്ള മസാലയോ അല്ലെങ്കിൽ എണ്ണയൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം പൊതിഞ്ഞെടുക്കാൻ. എണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലയുടെ സൈഡിലൂടെയൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നന്നായിട്ട് ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്. ഇനി വാഴയുടെ കയറ് വെച്ചിട്ട് തന്നെ കെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താലും മതി. അലുമിനിയം ഫോയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി പുറത്തേക്ക് വരുന്ന പേടിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഭംഗിയായിട്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പുറത്തേക്ക് അങ്ങനെ വരുമൊന്നുമില്ല. നന്നായിട്ട് ഇല വാട്ടിയെടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഞാൻ റെഡിയാക്കി. ഇനി അടുത്തതും കൂടി, നമുക്കാകെ 2 ഫിഷാണുള്ളത്, രണ്ടാമത്തെയും കൂടി റെഡിയാക്കുകയാണ്. നടുക്കൊരു ഇല വെക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് ചട്ടിയിൽ എങ്ങാനും ഇല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഫിഷ് വരും. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ഫിഷ് പൊള്ളിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതൊരു പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നടുക്കൊരു ഇല ചെറുതായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെച്ചു, അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഈ പൊതി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് പൊള്ളിച്ചെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട. ചിലരൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം വാഴയില ഇങ്ങനെ പൊതിഞ്ഞത് പൊള്ളിച്ചെടുക്കാൻ ശരിക്കും നമ്മൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. മൺചട്ടി ഉണ്ടെങ്കിൽ അതിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. പത്തിരിയൊക്കെ ചൂടുന്ന മൺചട്ടി തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതാ ഇല കണ്ടോ ഇങ്ങനെ പൊളിയാനായിട്ടുണ്ട്, കരിഞ്ഞു പോകാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിലാകുമ്പോൾ എടുക്കുക. 2 സൈഡും അത്യാവശ്യം നന്നായിട്ടൊന്ന് കരിഞ്ഞു വരട്ടെ. ഇല ഓപ്പൺ ആവാതെ നോക്കുക. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. കണ്ടോ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ വാഴയിലയിൽ പൊതിഞ്ഞതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ഫിഷ് പൊള്ളിച്ചത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.